എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവും ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു കാലം അയാൾ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പൊ 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്. ആ ഭാര്യയുടെ ശാപം തന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഷഹനത്താത്തയുടെ ഒളിച്ചോട്ടം. 7 വയസ്സുകാരനായ തൻ്റെ മകനെയും കൊണ്ട്, അതായത് തൻ്റെ മകനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒരുപക്ഷെ ആ ഒരു വാപ്പ കൊള്ളത്തില്ല, വാപ്പ ഉപേക്ഷിച്ച് നമുക്ക് മറ്റൊരു വാപ്പയുടെ ഒപ്പരം മറ്റൊരു വാപ്പ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ ഓനെ ധരിപ്പിച്ചതിന് ശേഷം ഓനം കൊണ്ട് ഒളിച്ചോടിയിരിക്കുകയാണ്. ഷഹനത്താത്ത ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഒളിച്ചോടിയിരിക്കുന്നത് ആരോടാണ്? തൻ്റെ വീടിനടുത്തുള്ള മൊബൈൽ ഷോപ്പ് ഉടമ, 3 മക്കളുടെ വാപ്പയായ തൻ്റെ ഭർത്താവിനേക്കാൾ 5-6 വയസ്സ് പ്രായത്തിൽ മൂത്ത ഒരുത്തനോടൊപ്പം ഒളിച്ചോടി എന്നുള്ളത് ഒരുപക്ഷെ അതായത് ഈ ഷഹലയുടെ ഭർത്താവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതമേ നശിച്ച് കുട്ടിക്ക് വേണ്ടി അദ്ദേഹം യാചിക്കുന്നു. നാട് മുഴുവൻ നാറി. ഇതുപോലെ അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇനിമേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു അപരാധി എന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു അപരാധി മോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത്? പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച, ഗുരുതര വീഴ്ച ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത്രയും ദിവസമായിട്ടും ഇവരെ പിടിച്ചു എന്നൊക്കെ ചില അഭിയോഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി പിടിച്ചില്ലെന്നാണ് അറിയുന്നത്. ഈ ഒരു വിഷയം വലിയ ഗൗരവത്തോടുകൂടി ഉന്നത അധികാരികൾ എടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നെടുമങ്ങാട്ടത്തെ കേസ് നമുക്കറിയാം. ഒരു 2ആം അച്ഛൻ്റെ കൂടെ പോയ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. കേരളം നടുങ്ങിയതാണ്. അധികം ആയിട്ടില്ല ആ ഒരു സംഭവം നടന്നിട്ട്. ഈ ഒരു കുഞ്ഞിൻ്റെയും നിലവിലെ അവസ്ഥ അത് തന്നെയാണ്. എന്നാലോചിച്ച് നോക്ക്, ഈ ഒരു 7 വയസ്സുകാരൻ ഇറങ്ങിപ്പോയിരിക്കുന്ന അവൻ്റെ അല്ലാത്തൊരു വാപ്പ, അതായത് ആ ഒരു മനുഷ്യന്റെ അടുത്ത് ഇവൻ എത്ര സേഫ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം മക്കളെ 3 മക്കളെ, പെൺകുട്ടികളടക്കമുള്ള 3 മക്കളെ ഉപേക്ഷിച്ച് വന്ന ഒരു അപരാധ മോനാണ് ഈ ഒരു പയ്യന്റെ പുതിയ വാപ്പ. അപ്പൊ അവനാണ് ഇവന് സംരക്ഷണം നൽകുന്ന ഈ കൊച്ചിന്. അപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം സംരക്ഷണം ഈ ഒരു കുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ കണ്ടുപിടിച്ച് ഈ കൊച്ചിനെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇനിയിപ്പം അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഈ വിളിച്ചുകൊണ്ട് പോയ മൊബൈൽ കടക്കാരൻ ഉപേക്ഷിക്കുകയാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് വെക്കും. ഈ കൊച്ചിനെയും കൊണ്ട് ഈ പോയ ഇവള് നാണക്കേട് കാരണം ഇവള് തിരിച്ചു വരത്തില്ല. നാണക്കേട് കാരണം ഇവൾ ആത്മഹത്യക്ക് ശ്രമിക്കും, കൊച്ചിനെയും ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം എത്രയും പെട്ടെന്ന് കൊച്ചിനെയും ഈ തള്ളയും കണ്ടെത്താനുള്ള, തള്ളയെ കണ്ടെത്തിയിട്ട് ഒരു തരത്തിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. അവൾ പോയ വഴിക്ക് വിടുക. കാരണം ഒരു വട്ടം വേലി ചാടിയവൾ, ഈ രീതിയിൽ പോയവൾ 100% ഉറപ്പായിട്ടും വീണ്ടും അവളത് ചെയ്യും, ആവർത്തിക്കുക. അതുകൊണ്ട് തന്നെ കോടതി മുഖേന ഈ ഒരു കുട്ടിയുടെ അവസ്ഥ ധരിപ്പിച്ചതിന് ശേഷം കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വളരെ പാവങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരു മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അപ്പോൾ മുസ്ലിം താത്തമാരാണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് ഇറങ്ങിപ്പോണത്. മക്കളുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവരൊരു പ്രൊട്ടക്ഷൻ എന്താ അറിയോ? കേസിനൊന്ന് ബലം കുറയും. ഞാൻ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവും ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു കാലം അയാൾ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പൊ 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്. ആ ഭാര്യയുടെ ശാപം തന്നെ പോരെ നിങ്ങളുടെ ലൈഫ് തകരാൻ? നോക്കാച്ചു, അയാളുടെ ഭാര്യ ഇനിയിപ്പോ കൊണ്ടുപോയ ഒരാളുടെ ഭാര്യ സമ്മതിക്കണം, ഇങ്ങോട്ട് കടന്നു വരൂ മക്കളെ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല. മനസ്സറിഞ്ഞിട്ട് ഒരു ഭാര്യയും രണ്ടാമത്തെ ഭാര്യനെ സ്വീകരിക്കില്ല. അപ്പോൾ അതൊന്നും അല്ല വിഷയം. ഇതൊരു നൈമിഷികമായൊരു സുഖമാണ്. അതായത് വീടിനടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ ഈ പറഞ്ഞ പെൺകുട്ടി, ഈ ഷഹല എന്ന് പറയുന്ന പെൺകുട്ടി നിരന്തരമായ മൊബൈൽ ഷോപ്പിൽ പോകുമായിരുന്നു. 3 മക്കളുടെ വാപ്പയായ ഈ ഒരു നാറി ഒന്ന് ആലോചിച്ച് വെക്കുക. അവൻ എന്തുമാത്രം ഉത്തരവാദിത്തമുള്ളൊരുത്തനാണ്. 3 മക്കളെ അനാഥനാക്കി, എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് ഈ ഷഹലയെ കൊണ്ട് ഒളിച്ചോടിയിരിക്കുകയാണ്. അവൻ്റെ ഒരു മനസ്സ് എന്ന് ആലോചിച്ച് വെക്കുക. അല്പനേരത്തെ സുഖത്തിന് വേണ്ടി പോയതിന് ശേഷം എത്ര കാലം ഈ ഒരു ബന്ധം നിൽക്കും?
ഇതുപോലെ എത്ര ആളുകൾ പോയിരിക്കുന്നു, എത്ര ആളുകളുടെ ജീവിതം ഇതുപോലെ പോയതിനു ശേഷം ഫെയിൽഡ് ആയിരിക്കുന്നു, എത്ര പേര് സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. ഭർത്താവിനേക്കാൾ എന്താ പറയുക, ഒരു തരത്തിലും മെച്ചമാണെന്ന് തോന്നത്തക്ക ഒരു സവിശേഷതയും ഇല്ലാത്തൊരുത്തൻ. ഒരു മൊബൈൽ കട മാത്രമാണ് നടക്കുന്നത്, കോടീശ്വരനൊന്നും അല്ല. കാഴ്ചയിലും ഭർത്താവിനേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നത്തില്ല. ഒരു ഹമുക്കെന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോവുക. അവന് 3 മക്കളുണ്ട്. അപ്പോൾ ആ പെണ്ണിന്റെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ആ 3 മക്കളെ അനാഥയാക്കാൻ അവളുടെ ഒരു ചിന്താഗതി. അതായത് 2 പേര് ഈക്വൽ, 2 പേരും ഈ പറഞ്ഞ സ്വന്തം സുഖത്തിന് വേണ്ടി, സ്വന്തം എന്താ പറയുക, ഈ പറഞ്ഞ രതിസുഖത്തിന് വേണ്ടി, സെക്ഷൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും വഞ്ചിക്കുന്ന, ആരെയും ചതിക്കുന്ന ക്രൂരമായ മനസ്സിനുടമയായ അപരാധി മക്കളിന് മാത്രമേ ഇവരെ പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു പരിഗണനയും ഇവർക്ക് അഭയം നൽകിയ ആൾക്കാരാണ് ആദ്യം അടിക്കേണ്ടത്. പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഞാൻ ജീവിക്കാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാ. അപ്പൊ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെയും നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാള് അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. ഇവർക്ക് ആരൊക്കെ അഭയം നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കൾ, ഇവരവിടെയാണെന്നാണ് പറയുന്നത്. അവരെയാണ് ആദ്യം അടിക്കേണ്ടത്. ഇവന് മറ്റുള്ള പെൺകുട്ടികളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു പറയുന്നവരുണ്ട്. ഈ മൊബൈൽ കടക്കാരന് ഇതിനു മുമ്പും വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇവൻ്റെ സ്ഥിരം പരിപാടിയായത്. അത്തരത്തിൽ ഒരു കുടുംബം തകർത്തിട്ട് ആ കൊച്ചിനെയും കൊണ്ട് വിളിച്ചുവിടുക, അവൻ്റെ 3 മക്കളെ, അവരുടെ ജീവിതം ഇല്ലാതാക്കുക, ഭാര്യയുടെ ജീവിതം ഇല്ലാതാക്കുക. മറ്റേ ആ ചെറുപ്പക്കാരനെ, നമ്മൾ ആദ്യം കണ്ട ആ ചെറുപ്പക്കാരനെ നാട്ടിൽ മുഴുവൻ നാറ്റിക്കുക, അവനെ അപമാനത്തിൻ്റെ പടുകുഴിയിലോട്ട് തള്ളിയിടുക. വല്ലാത്തൊരവസ്ഥയാണ് ആ ഒരു ചെറുപ്പക്കാരൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ, അതായത് ഇത്തരം ആളുകളെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിമിഷ നേരം കൊണ്ട് മിനിറ്റുകൾക്കകം ഇവരെ പൊക്കാനുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ സിം ട്രേസ് ചെയ്യുക, IMEI നമ്പർ ട്രേസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ 2 വ്യക്തികളെ കണ്ടാൽ ആർക്കാ മനസ്സിലാവാത്തെ? ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ഇവരെ പിടിക്കാമെന്നിരിക്കുക. എന്തുകൊണ്ടാണ് പിടിക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഉന്നത അധികാരികൾ ഇടപെട്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പർപ്പസ്ഫുള്ളി ഇവരെ പിടിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി പിടിച്ചോ എന്നറിയില്ല. എനിവേ ആ ഒരു അന്വേഷണത്തിൽ ചെറിയ ക്രമക്കേടുകൾ വന്നിട്ടുണ്ട്. അതുണ്ടാവാൻ പാടില്ല. അതൊരു പക്ഷേ ആ ഒരു 7 വയസ്സുകാരൻ്റെ ജീവൻ വെച്ചുള്ള ഒരു കളിയായിരിക്കും. ഈ വന്ന കാലത്ത് നമുക്കറിയാം, അതായത് എന്തും സംഭവിക്കാം. ആ കുട്ടിയുടെ ജീവൻ വെച്ചുള്ളൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയെ സേഫായിട്ട് ഈ ഒരു വാപ്പയുടെ അടുത്ത് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവട്ടെ. ഇതുപോലുള്ള അപരാധി മക്കളെ എല്ലാ സുഖസൗകര്യവും ഉണ്ടായെന്നിരിക്കെ കഴപ്പുമുത്ത് ഈ രീതിയിൽ അപരാധം കാണിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാവും. നമ്മളത് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള തിരിച്ചടി ഇവരെ തേടിയെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അത് വേസ്റ്റായിട്ട്, വൃത്തികേടായിട്ട്, മണമായിട്ട്, വൃത്തികെട്ട മണാണ്. ഇതേപോലെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ. കാണുമ്പോൾ നല്ല അഴക്, നല്ല അനുഭൂതി. ഒരാൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അത്രയും പ്രയാസങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെ പോയാൽ നന്നാവും എന്നുള്ളത്. ഒരു മൊയിലേര് ഭാര്യ ഇങ്ങനെ പോയി. ഒരു മൊയിലേര് ഭാര്യ മൊയിലേര് കാര്യം നോക്കൊന്നുമില്ല. മൊയിലേര് വേറെ മലേഷ്യയിലൊക്കെ പോയിട്ട് വേറെ പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ. ആ പാവം ഭാര്യ ഇവിടെ ഇങ്ങനെ കുറേ റീൽസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് തോന്നിയത് വേറൊരു സൗഹൃദ ബന്ധം ഉണ്ടായി. അയാൾ പറഞ്ഞു നിങ്ങളെ മോനും നിന്നെ ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയാൾ വേറെ മതക്കാരനായിരുന്നു. എന്നിട്ട് പോലും സമൂഹത്തിന്റെ ചോദ്യങ്ങളെയൊക്കെ ഭയന്നിട്ട് അവർ മാറിയിരുന്നു. ഒടുവിൽ അവരെന്ത് ചെയ്തു? അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇന്ന് അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു, ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചിതയാവാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ വയ്യ, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഗൾഫിലുള്ള പല ആളുകളോട്, നാട്ടിലുള്ള ആളുകളോടൊക്കെ പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വിയോജിപ്പുണ്ട്.